നമ്മളിപ്പോൾ ഫിഷ് ടാങ്കുകളിലൊക്കെ ഇതേപോലെ സബ്മേഴ്സിബിൾ പമ്പുകൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ എയർ പമ്പുകളും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ എയർ പമ്പുകളും സബ്മേഴ്സിബിൾ പമ്പുകളും എയറേഷന് വേണ്ടിയിട്ട് ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യുമ്പോൾ. ആ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് വെള്ളത്തിലുണ്ടാകുന്ന സർക്കുലേഷൻ ആണ്. ഇപ്പോൾ എയർ പമ്പ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ സർക്കുലേഷൻ അധികം ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേസമയം സബ്മേഴ്സിബിൾ പമ്പാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നല്ല രീതിയിൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പുകൾ എയറേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഫിഷ് ടാങ്കിൻ്റെ മുക്കിലും മൂലയിലേക്കും എല്ലാ ഭാഗത്തേക്കും ഈ ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം എയർ പമ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എയർ സ്റ്റോൺ കണക്ട് ചെയ്ത് ഒരു വലിയ ഫിഷ് ടാങ്കിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ സപ്ലൈ വരുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എയർ പമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ട് ഓരോ അറ്റത്തും ഓരോ എയർ സ്റ്റോൺ കണക്ട് ചെയ്തിട്ട് ഫിഷ് ടാങ്കിൻ്റെ പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വലിയ പോണ്ടുകളിലൊക്കെ കണ്ടു കാണും, ഈ കൃഷിയൊക്കെ ചെയ്യുന്ന വലിയ പോണ്ടുകളിൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ കണക്ഷൻസ് എടുത്തിട്ട് ടാങ്കിൻ്റെ അല്ലെങ്കിൽ വലിയ പോണ്ടുകളുടെ പല ഭാഗത്തേക്കായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഓക്സിജൻ സപ്ലൈ കിട്ടുള്ളൂ. കാരണം സർക്കുലേഷൻ കുറവാണ് ഈ എയർ പമ്പിൻ്റെ ഈ ഒരു ഫംഗ്ഷന്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഒപ്പം എയർ ബബിൾസും വരുന്നുണ്ട്. അതേസമയം അത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളത്തിനകത്തൊരു ചെറിയ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫിഷ് ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ കിട്ടും. ഇപ്പോൾ നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവച്ചാലും ഫിഷ് ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടും. കാരണം അത് അവിടെ നല്ല രീതിയിലുള്ള സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സബ്മേഴ്സിബിൾ പമ്പും അതുപോലെ തന്നെ നമ്മൾ എയർ പമ്പും യൂസ് ചെയ്യുമ്പോൾ ചെറിയ സ്പേസുകളിലൊന്നും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ അക്വേറിയങ്ങളിലും ചെറിയ ഫിഷ് ടാങ്കുകളിലൊന്നും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ടാങ്കുകളിൽ, നല്ല വലുപ്പമുള്ള ടാങ്കുകളിൽ അല്ലെങ്കിൽ വലിയ പോണ്ടുകളിലൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. പക്ഷേ വലിയ പോണ്ടുകളിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അതായത് സബ്മേഴ്സിബിൾ പമ്പുകൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മേഴ്സിബിൾ പമ്പുകൾ വളരെ എക്സ്പെൻസീവ് ആണ് ശരിക്കും. അതായത് വലിയ പോണ്ടുകൾക്കൊന്നും അത്രയും സൂട്ടബിൾ ആയിട്ടുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ, അതായത് നമ്മുടെ ഈ ഒരു സൺസൺ ബോയു പോലുള്ള ബ്രാൻഡുകളൊന്നും ഇറക്കുന്നില്ല. അല്ലാത്ത ബ്രാൻഡുകളുണ്ട്, ജനറൽ പർപ്പസ് ബ്രാൻഡുകളിൽ വലിയ പമ്പുകളുണ്ട്. അപ്പോൾ അത്തരം പമ്പുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവും ആണ്, നല്ല രീതിയിൽ പവർ കൺസംഷനും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വലിയ സ്പേസുകളിലൊക്കെ മീനുകളെ ബൾക്കായിട്ട് വളർത്തുന്ന സമയത്ത് അവിടെ എയറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എയർ പമ്പുകൾ അല്ലെങ്കിൽ എയർ കംപ്രസറുകളാണ്. സബ്മേഴ്സിബിൾ പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ പമ്പുകൾക്ക് അല്ലെങ്കിൽ എയർ കംപ്രസറുകൾക്ക് പ്രൈസ് കുറവാണ്, അതുപോലെ തന്നെ പവർ കൺസംഷൻ കുറവാണ്. അതുകൊണ്ട് ലിമിറ്റഡ് സ്പേസുകളിലൊക്കെ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എയർ പമ്പുകളും ഒരേപോലെ യൂസ് ചെയ്യാം. പക്ഷേ സ്പേസ് വലുതാവും തോറും എയർ പമ്പുകളാണ് കൂടുതലും എയറേഷന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. സബ്മേഴ്സിബിൾ പമ്പുകൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ പവർ കൺസംഷനും കൂടുതലായിരിക്കും. ഈവൻ ചെറിയ അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിൽ എയർ പമ്പുകളെ അപേക്ഷിച്ച് പ്രൈസ് കൂടുതലാണ്, അതുപോലെ തന്നെ പവർ കൺസംഷനും കൂടുതലാണ്. ഇതാണ് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്.